ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചൈനീസ് ബോൾസം പ്ലാന്റാണ്. ഇന്നും നമുക്ക് മഴയൊക്കെ തീർന്നു, എന്നാലും വലിയ കുഴപ്പമില്ലാതെ നല്ല ഹെൽത്തി ആയിട്ട് നമ്മൾ ചൈനീസ് ബോൾസം നിൽക്കണേ. ഇതൊക്കെ ഒന്ന് ഞങ്ങളെ കാണിക്കാൻ വിചാരിച്ചേ. ബോൾസം പ്ലാന്റ് ഇഷ്ടമില്ലാത്ത ആരുമില്ലല്ലേ. കുറേ പേർക്കൊക്കെ ഇതിൻ്റെ പരിചരണ രീതിയൊക്കെ അറിയാം. പുതിയതായിട്ട് വന്ന സബ്സ്ക്രൈബർക്കൊന്നും അറിഞ്ഞുകൂടായിട്ട് അവരൊക്കെ പല ഡൗട്ടുകളും ചോദിക്കുകയാണ്, എങ്ങനെയാണ് നടണമെന്നും എന്തൊക്കെയാണ് വളങ്ങൾ കൊടുക്കണമെന്നും ഒക്കെ. അപ്പോൾ ഞാനിപ്പം ഇന്ന് അതൊന്നും അല്ല, നമ്മൾ ചൈനീസ് ബോൾസം പ്ലാന്റ് വെറുതെ ഇങ്ങനെ ഒന്ന് കാണിക്കണം. അപ്പോൾ ഒന്ന് അതിൻ്റെ ചുവട്ടിൽ കിടക്കുന്ന ലീഫൊക്കെ ഒന്ന് എടുത്ത് മാറ്റിക്കളയണം. എന്നും നമ്മൾ 2 ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മളിങ്ങനെ ചെയ്യണം. അപ്പോൾ കണ്ട അതിൻ്റെ ചുവട്ടിലുള്ളൊക്കെ വാടി വീണടക്കം നമ്മളിങ്ങനെയൊക്കെ ഒന്ന് നോക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്തൊക്കെയാണ്. അതിൻ്റെ മൂട് ചീഞ്ഞ് തുടങ്ങി. അപ്പോൾ നമ്മൾ ഇതിനെന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നമ്മളെ പ്ലാന്റ് നമ്മൾ പുറം കാണുമ്പോൾ കണ്ട നല്ല ബുഷിയായിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കണം. പക്ഷെ നമ്മൾ അതിൻ്റെ ചുവട് ഒന്ന് മാറ്റി നോക്കുമ്പോഴേ അതിൻ്റെ മൂട്ടിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. മൂട് ചീഞ്ഞ് പോകുന്നത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നമ്മളിങ്ങനെ പുറമേ നോക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ഒരു കുഴപ്പമില്ലാന്ന് വിചാരിക്കും. പക്ഷെ നമ്മളെപ്പോഴും ബോൾസം പ്ലാന്റിൻ്റെ ചുവടൊന്ന് നോക്കണം. ഇത് കണ്ട ഇടയ്ക്ക് ഒരു കുഞ്ഞുണക്കുള്ളൊരു സംഭവം വന്ന് പറ്റിയതാണ്. അത് സാവൊക്കെ ചെയ്തപ്പോൾ നല്ല ഹെൽത്തിയായി. അതൊന്ന് കണ്ടത് കൊണ്ടാണ് നമ്മളത് ചെയ്തപ്പോൾ മാറിയില്ലെങ്കിൽ ഈ പ്ലാന്റ് മുഴുവനായിട്ട് അഴുകി പോകുമായിരുന്നു. അപ്പോൾ എല്ലാവരും ബോൾസം പ്ലാന്റ് ഉള്ളവരെല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കണം. ചുവടൊക്കെ ഒന്ന് നോക്കണം. നമ്മൾ തുറന്ന് വെള്ളം മാത്രം ഒഴിച്ച് പോയിട്ടൊരു കാര്യവുമില്ല. നല്ല ഹെൽത്തിയായിട്ട് നിൽക്കുകയും ചെയ്യും. അതിൻ്റെ ചുവട് അഴുകിയിട്ടും ഉണ്ടായിരിക്കും, നമ്മളറിയില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരാഴ്ചയെങ്കിലും കൂടുമ്പോൾ സാഫ് കലക്കി അതിൻ്റെ ചുവട്ടിൽ ഒഴുകണം. അതിൻ്റെ ലീഫിലൊക്കെ ഒഴിച്ചു കൊടുക്കണം. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് എല്ലാ ലീഫും ഒന്ന് നമ്മളിങ്ങനെ നോക്കണം. ഇല ചുരുട്ടിപ്പുഴു എൻ്റെ അടിയിലിരുന്നിട്ട് അതിൻ്റെ ചുരുട്ടി ഇരിക്കും. ഒരു പുഴു വന്നിട്ട് നമ്മളത് കണ്ടില്ല, നമ്മൾ ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്ലാന്റ് ഫുള്ളും അതാവും. അപ്പോൾ അത് നമ്മളൊന്ന് അതിൻ്റെ അടിഭാഗം, ലീഫിൻ്റെ അടിഭാഗം എപ്പോഴും നമ്മളൊന്ന് ശ്രദ്ധിക്കണം, എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഒരെണ്ണം ഉണ്ടെങ്കിലും ഒരു പുഴുവിനെയാണ് കണ്ടാലും അതിനെ നമ്മളെടുത്ത് നശിപ്പിച്ച് കളയണം. ഇല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ ചെടിയെല്ലാം പോകും. ഈ പ്ലാന്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, എൻ്റെ ഒന്ന് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതാണ് കാരണം. ഒരു പുഴു മതി നമ്മളെ ചെടികളെല്ലാം നശിപ്പിക്കാൻ. അതുകൊണ്ട് എല്ലാവരും അതൊക്കെ ഒന്ന് ചെയ്യണം, ഒന്ന് ശ്രദ്ധിക്കണം. അതിൻ്റെ ചൂട്ടി കിടക്കണം അഴുകിയ ലീഫും പൂവും എൻ്റെ ഫ്ലവറൊക്കെ വീണിട്ട് നേറി അതിൻ്റെ ചുവട്ടിൽ കിടക്കും. അത് ഈ ചെടിക്ക് ഈ ബാഷ്പത്തിൻ്റെ തണ്ടിൽ തട്ടിയിട്ട് അത് പെട്ടെന്ന് ആ പ്ലാന്റ് അഴുകിപ്പോവും. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ അഴുകിയ പൂവും അതിൻ്റെ ലീഫും എല്ലാം നമ്മൾ എടുത്ത് അപ്പോഴപ്പോഴും മാറ്റി കൊടുക്കണേ. എല്ലാവരുടെ കയ്യിലും ഒരു മുടെങ്കിലും കാണും, കാണാത്തവരാരും കാണില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മളെ ചൈനീസ് ബോൾസും നമുക്ക് നഷ്ടപ്പെട്ടു പോകാതെ എന്നും ഉണ്ടായിരിക്കും. വീഡിയോ ഇഷ്ടമായ കൂട്ടുകാർ ലൈക്കും കമൻറ്റും ചെയ്യണം. എപ്പോഴും പറയും പോലെ തന്നെ ഇഷ്ടമുള്ളവർക്ക് ഷെയർ ചെയ്യണം, ചെയ്തുകൂടി ഒന്ന് കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഓക്കേ.